നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെ എടുത്തു നോക്കിയാൽ മുന്നിൽ UAE ഉണ്ടാകും. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് UAEയുടെ കുതിപ്പ് എന്നതും ഓർക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും പിന്നിൽ നിൽക്കാതെ സൗദി അറേബ്യയും രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അതെ, സൗദി അറേബ്യയുടെ സാമ്പത്തിക കുതിപ്പ് തുടരുകയാണ്. ഇത് പ്രവാസികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കോവിഡിന് മുമ്പ് ഭേദപ്പെട്ട നിലയിലായിരുന്നു സൗദി. എന്നാലോ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ 2 വർഷം പാടെ കൂപ്പുകുത്തുന്ന കാഴ്ച നാം കണ്ടതാണ്. കോവിഡ് അകലുമ്പോൾ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ സാധിച്ച ഏതാനും ചില രാജ്യങ്ങളിൽ സൗദിയുമുണ്ട് എന്നതും നിങ്ങൾ ഓർക്കണം. അതായത് ഈ വർഷം അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ സൗദിയുമുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി പറയുകയാണ്. അമേരിക്കയ്ക്കും യൂറോപ്പിനും എത്രയോ മുന്നിൽ അതിവേഗമാണ് സൗദി കുതിച്ചുയരുന്നത്. പ്രവാസികൾ കൂടുതൽ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായ സൗദിയിൽ നിന്നുള്ള പുതിയ വിവരം ഏറെ ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ അമേരിക്കയുടെ വളർച്ചാ നിരക്ക് മന്ദഗതിയിലായത് ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. സൗദിയുടെ സാമ്പത്തിക രംഗം അതിവേഗം കുതിക്കുന്നുവെന്നാണ് IMF ചൂണ്ടിക്കാണിക്കുന്നത്. എണ്ണവില ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് സൗദിക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം. ഈ വർഷം അതിവേഗം കുതിക്കുന്ന സാമ്പത്തിക രംഗം സൗദിയുടേതാണെന്നും IMF ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ വർഷം സൗദിയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വർധനവും രേഖപ്പെടുത്തുകയാണ്. GDP 7.6% ഉയരുമെന്നാണ് സൗദിയെക്കുറിച്ചുള്ള IMFന്റെ പുതിയ നിരീക്ഷണം. കോവിഡ് കാലത്ത് വളർച്ച 3.4% എന്നതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അതായത് 2 ഘടകങ്ങളാണ് സൗദിക്ക് ഗുണകരമായി മാറിയത്. ബിസിനസിന് അനുകൂലമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ സൗദി നടപ്പാക്കി വരികയാണ്. ഇതാണ് ഒരു ഘടകമെന്നത്. മറ്റൊന്ന് എണ്ണവില ഉയർന്നതും ഉൽപാദനക്ഷമത വർദ്ധിച്ചതും തന്നെ. എണ്ണ ഇതര വരുമാനവും സമാനമായ അളവിൽ വർദ്ധിപ്പിക്കണം എന്നാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ ആശയം. 2030 ലക്ഷ്യമിട്ട് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വിഷൻ 2030. പുതിയ നിയോം സിറ്റി സംബന്ധിച്ച വാർത്തകൾ വന്നതും ചില പ്രഖ്യാപനങ്ങളുണ്ടായതും നിക്ഷേപകരിൽ സൗദിയെക്കുറിച്ച് വളരെയേറെ മതിപ്പ് ഉളവാക്കിയിട്ടുണ്ട്. എണ്ണ വരുമാനം തന്നെയാണ് സൗദി ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത്. എന്നാൽ ഇതിലൊന്നും നിൽക്കാതെ എണ്ണ ഇതര വരുമാനങ്ങളിലും സൗദി ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് ഇതിലൂടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഈ ചുവടുമാറ്റത്തിൽ കെട്ടിട നിർമ്മാണ രംഗത്തും ടൂറിസം മേഖലയിലും ഉണർവ് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, പൗരന്മാരെ തൊഴിൽ മേഖലയിൽ എത്തിക്കുന്നതിന് സൗദി നടപ്പാക്കിയ പരിഷ്കാരങ്ങളും ഗുണം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ വളർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് IMF. ഉയരുന്ന പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ സാധിക്കാത്തതാണ് അമേരിക്ക നേരിടുന്ന ഒരു വെല്ലുവിളി. ഈ വർഷം അമേരിക്കയുടെ പണപ്പെരുപ്പം 6.5% IMFന്റെ പ്രവചനം. അടുത്ത വർഷവും സമാനമായ സാഹചര്യം തുടർന്നേക്കാമെന്നും IMF വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ GDP 2.3% IMF സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തിന്റെ പകുതിയാണിത്. സൗദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവുമാണിത്. യൂറോപ്പിന്റെ അവസ്ഥയും മറിച്ചല്ല. ഊർജ്ജ പ്രതിസന്ധിയാണ് യൂറോപ്പിന് തിരിച്ചടിയായി മാറിയത്. യൂറോപ്പിൽ പ്രകൃതിവാതകത്തിന് വില ഉയരുന്നത് തുടരുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ തന്നെ ഓഗസ്റ്റിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10 ഇരട്ടി വില വർധനവാണത്രേ ഉണ്ടായിരിക്കുന്നത്. പ്രകൃതിക്ഷോഭവും യൂറോപ്പ് നേരിടുകയാണ്. ചൂടുകാറ്റ് പല മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ നദി വറ്റിയത് ആശങ്കയുണ്ടാക്കിയിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധവും യൂറോപ്പിന് വലിയ വെല്ലുവിളിയായി. റഷ്യയുടെ എണ്ണ വേണ്ടത്ര യൂറോപ്പിൽ എത്തുന്നില്ല എന്നതും ശ്രദ്ധേയം. ഇതും വില ഉയരാൻ ഒരു കാരണമായി മാറി. പ്രതിസന്ധി മറികടക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ വേണമെന്നും IMF മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ വരുമ്പോഴും ഗൾഫ് രാഷ്ട്രങ്ങൾ ഉയർന്നു പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നതിൽ എടുത്തു പറയേണ്ടത് UAE, സൗദി അറേബ്യ, ഖത്തർ പോലുള്ള രാഷ്ട്രങ്ങൾ തന്നെയാണ്. കുവൈറ്റും ഒമാനും ബഹ്റൈനും ഒട്ടും പിന്നിലല്ല എങ്കിലും ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സൗദി മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.